ഒരു പക്ഷി ഈ പാലയ്ക്ക് മുകളിൽ കാതോർത്തിരിപ്പുണ്ട്. അത് വല്യാറ്റുംചിറയിൽ നീരാടാനെത്തുന്ന, ആറാട്ടിനായെത്തുന്ന, പുതുക്കുളങ്ങര ഭഗവതിക്ക് അകമ്പടിയായെത്തുന്ന പരുന്താണ്. MLA-യുടെ നാവിൽ നിന്ന് സന്തോഷമുള്ളത് എന്തോ കേൾക്കാൻ കൊതിയോടെയാണ്. വളരെ മനോഹരിയായിരിക്കുന്നു. നമ്മുടെ ബഹുമാനായ MP-യുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഒക്കെ സഹകരണത്തോടു കൂടി നമ്മുടെ ഈ വളരെ മനോഹരമായിട്ടുള്ള ഈ ചിറ ചുറ്റും ടൈലൊക്കെ വിരിച്ച് അതിനെ കൂടുതൽ മനോഹരിയാക്കി ഇവിടെ ലൈറ്റ് സ്ഥാപിച്ച് ഇത് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വളരെ ശ്രദ്ധേയമായിട്ടുള്ള എല്ലാ ആളുകൾക്കും ഇവിടെ എത്തിച്ചേരാവുന്ന തരത്തിൽ ഈ ജലസ്രോതസ്സിനെ മാറ്റിയെടുക്കാനായിട്ട് കഴിഞ്ഞത് വലിയൊരു വിജയമാണ്. അതിൻ്റെ ഒരു ആഘോഷമായിട്ട് നമുക്ക് ക്രിസ്മസ് പുതുവർഷ ഈ കാലയളവിൽ ഈ പ്രദേശവാസികൾക്കെല്ലാം ഒത്തുകൂടാനും സന്തോഷം പങ്കുവയ്ക്കുവാനും കുടുംബസമേതം ഇവിടെ വന്ന് സമയം ചെലവഴിക്കാനും ഒക്കെ അതിലെല്ലാം ഉപരിയായി ചെറിയുടെ മനോഹാരിത കൂടുതൽ ആസ്വദിക്കാനുള്ള ഒരവസരമൊക്കെയായി ഈ വെള്ളിയാട്ടുംചിറ കാർണിവല് വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷവും നല്ല രീതിയിൽ ഇതിവിടെ നടത്തപ്പെട്ടു. ഈ വർഷം ഒന്നുകൂടി അതിൻ്റെ മാറ്റ് കൂട്ടി കൂടുതൽ പങ്കാളിത്തത്തോടു കൂടി കൂടുതൽ ദീപാലങ്കാരങ്ങളോടുകൂടി ഇതിനെ ഈ കാർണിവലിനെ ഒന്നുകൂടി മികവാർന്നതാക്കി മാറ്റിയിരിക്കുകയാണ് ഇതിൻ്റെ സംഘാടകർ. ഇത്രയും മനോഹരമായ രീതിയിൽ ഈ കാർണിവല് ഇവിടെ അണിയിച്ചൊരുക്കിയ ഇതിൻ്റെ പിന്നിലുള്ള മുഴുവൻ സംഘാടക സമിതിയുടെ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഇതിന് നേതൃത്വം കൊടുത്ത മുഴുവൻ ആളുകളെയും ഞാൻ ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ നേരുകയാണ്. ഇത്രയും ഭംഗിയായി ഇതിവിടെ ക്രമീകരിച്ചതിന്. നമുക്ക് ഇവിടെ പപ്പാഞ്ഞിക്ക് നാളെ വരെ ആയുസുള്ളൂ അല്ലേ? നാളെ 31-ാം തീയതി രാത്രി 12 മണി വരെ പപ്പാഞ്ഞിക്ക് ആയുസുള്ളൂ. 31-ാം തീയതി രാത്രി 12 മണിക്ക് പപ്പാഞ്ഞി കത്തിച്ച് നമ്മൾ പുതുവർഷത്തെ നമ്മൾ വരവേൽക്കുന്നതായിരിക്കും. ഈ വർഷം ഇവിടെ കാർണിവൽ നടക്കുമ്പോൾ നമുക്ക് ഒരു വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യക്കാരനായ സലീഷ് മണ്ടൂര്, അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. അദ്ദേഹം ഈ കാർണിവലിൽ നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളത് നമുക്ക് വളരെയേറെ വിഷമം നൽകുന്ന ഒരു കാര്യമാണ്. സലീഷ് ഞങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാനും സലീഷും അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഒക്കെ തമ്മിലുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അടുപ്പം, സൗഹൃദം, അത് എന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു സൗഹൃദം തന്നെയാണ്. വളരെ ആത്മാർത്ഥമായിട്ട് നെഞ്ചിൽ തട്ടി ഞാൻ സലീഷിൻ്റെ വിയോഗ വാർത്ത ഞങ്ങളൊക്കെ വളരെ ഞെട്ടലോട് കൂടിയിട്ടാണ് ഞങ്ങളൊക്കെ കേട്ടത്. കാരണം അത്രയധികമായിട്ട് ഈ നാടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും 24 മണിക്കൂറും എന്ന വണ്ണം നമ്മളോടൊപ്പം നിന്ന് രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി എല്ലാ വിഭാഗം ആളുകളുമായി ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനായിരുന്നു സലീഷ്. സലീഷ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ട് കുറച്ച് നാളുകളായി. അപ്പോൾ ഈ കാർണിവലിൽ അദ്ദേഹം ഇല്ല എന്നുള്ളത് വളരെ വിഷമകരമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ശിരസ് നമിക്കുകയാണ്. നമുക്കതുപോലുള്ള പൊതുപ്രവർത്തകർ, ചെറുപ്പക്കാർ നമ്മുടെ നാടിനൊരു മുതൽക്കൂട്ടായിരുന്നു. എന്തായാലും ഈ വർഷത്തെ കാർണിവൽ വളരെ ഭംഗിയായി ഇവിടെ നടക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കാനായിട്ട് സാധിക്കട്ടെ. ഇവിടെ നമ്മുടെ ക്ഷേത്ര ഭരണസമിതിയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബിനോയും ഒക്കെ ഉൾപ്പെടെ, ബിനോയ് കോരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ചിറയുടെ ഒരു കുറച്ച് ഭാഗം കൂടി നമ്മൾ 3 വശവും നമ്മൾ ടൈലൊക്കെ ഇട്ട് ഭംഗിയാക്കി. ഇതിൻ്റെ 4ാമത്തെ വശം, ഒരു വശം മാത്രം ബാക്കിയായിട്ട് നിൽക്കുന്നു അല്ലേ ബിനോയ്? അപ്പോൾ ജയൻ ചേട്ടനൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഈ വർഷം തുകയിൽ ഫണ്ടിൽ നിന്നും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള തുക കൂടി അനുവദിച്ച് നമുക്ക് ഈ ചിറയ്ക്ക് ചുറ്റും നമുക്കിതുപോലെ ആ നടപ്പാത പൂർത്തീകരിക്കാനായിട്ടുള്ള ഒരു പദ്ധതി ഞങ്ങളുടെ മനസ്സിലുണ്ട്. അത് നമ്മൾ ഈ വർഷം അതിന് വേണ്ടിയിട്ടുള്ള തുക ലഭ്യമാക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ സാന്ദർഭികമായിട്ട് അത് സൂചിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത വർഷം പരിധി കേട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷത്തെ കാർണിവൽ വരുമ്പോൾ നമുക്ക് ചെറിയുടെ ചുറ്റും നമുക്ക് കാർണിവൽ ഒരുക്കാനായിട്ട് സാധിക്കും. ദൈവാനുഗ്രഹം കൊണ്ട് സാധിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ മംഗളങ്ങൾ വളരെ സ്നേഹപൂർവ്വം നേരുന്നു. 2025 നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു വർഷമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. പുതുവർഷത്തിൻ്റെ മംഗളങ്ങൾ വളരെ സ്നേഹപൂർവ്വം നേരുന്നു. ഒരിക്കൽ കൂടി ഇതിൻ്റെ സംഘാടകർക്ക് ഇത്രയും മനോഹരമായിട്ട്, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ മനോഹരമായിട്ട് ഇതിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി കഠിനാധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നിരവധി ആളുകളുടെ ഒരു മാസത്തിലധികമായിട്ടുള്ള കഠിന പ്രയത്നമാണ് നമ്മൾ ഈ കാണുന്ന ഈ ഭംഗി. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. അനുസ്മരിക്കുക എന്നുള്ളതാണ്, അനുസ്മരിപ്പിക്കുക എന്നുള്ളതാണ്, ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ്
എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടം. എൻ്റെ ആത്മസുഹൃത്ത്, അങ്ങനെ പറയുന്നതിൽ അഭിമാനമുണ്ട് എങ്കിലും ഞങ്ങളുടെ ആത്മസുഹൃത്ത് എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. രാഷ്ട്രീയത്തിനതീതമായി സൗഹൃദ ബന്ധങ്ങളെ കാത്തുസൂക്ഷിച്ച ഞങ്ങളുടെ പ്രിയ സുഹൃത്തിനെ ഈ കാർണിവൽ കമ്മിറ്റി ഓർമ്മിച്ചതിലുള്ള നന്ദി എൻ്റെ കമ്മിറ്റിക്ക് ഞങ്ങൾ നൽകുകയാണ്. ഒരുപക്ഷെ സലീഷ് നഷ്ടപ്പെട്ടത് ഈ നാടിന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ അത് വേദനിക്കപ്പെടുന്നത് അവന്റെ കുടുംബം തന്നെയായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം സലീഷിന്റെ ഭാര്യയുടെ അമ്മ മരണപ്പെട്ടിരുന്നു. ഞാനും എൽദോയും 2 എൽദോമാരും കൂടി അവിടെ പോകാനിടയായി. അവിടെ സലീഷിന്റെ അഭാവം നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അവന്റെ ഭാര്യ എൽദോനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്: ദൈവം ഞങ്ങളെ പരീക്ഷിച്ചത് മതിയായിട്ടില്ല എന്നുള്ളതാണ്. ഒരു കുടുംബത്തിന്റെ അത്താണി സ്വന്തമായി ആ കുടുംബത്തെ, അവന്റെ കുടുംബം മാത്രമല്ല, സഹോദരിമാരും സഹോദരന്മാരും അവരെയെല്ലാം നെടുന്തൂണായി നിന്നുകൊണ്ട് പ്രശ്നങ്ങളിൽ ഇടപെട്ട് ആ കുടുംബത്തെ നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സലീഷ് ചെമ്മണ്ണൂരിനെ ഈ യോഗം ഓർമ്മിക്കപ്പെടുകയാണ്. അതിൽ കൂടുതൽ നഷ്ടപ്പെട്ടത് ഒരു പക്ഷേ അവൻ വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനായിരിക്കാം. സലീഷ് ചെമ്മണ്ണൂർ ആരായിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ ആ രാഷ്ട്രീയം, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി തന്നെ ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവന്റെ വിയോഗത്തിന് ശേഷമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാൻ, നേരിട്ട് സംസാരിക്കാനും അവന് സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതൊരു ഇന്ത്യൻ പൗരനും ഒരു പ്രധാനമന്ത്രിയെ കാണുവാൻ, അദ്ദേഹത്തോട് സംസാരിക്കുവാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതൊരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം സാധിച്ചു എന്നുള്ളത്, ഈ ചെറു ഗ്രാമത്തിന്റെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ഈ നാട്ടുകാർക്കും അഭിമാനമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എല്ലാ മേഖലകളിലും അവൻ കൈവച്ച എല്ലാ മേഖലകളിലും അവന്റെ കൈയൊപ്പ് ഉണ്ട് എന്നുള്ളത് എന്നും നമുക്ക് ഓർക്കുവാൻ സാധിക്കും. ഞാൻ പരിചയപ്പെട്ടത് ഈ കോവിഡ് കാലത്ത് ഞാനും എൽദോവും കിരണും തൊട്ട് എൽദോമാരും സ്വാബുവും നടക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അങ്ങനെ സെന്റ് പാട്രിക്സ് റോഡിൽ വെച്ചാണ് സലീഷിനെ പരിചയപ്പെടുന്നത്. സലീഷും പ്രകാശും എല്ലാ ദിവസവും 5:30 എന്നുള്ള സമയമുണ്ടെങ്കിൽ നടക്കുന്ന ഒരു പതിവ് കാഴ്ച കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ ജയൻ ചേട്ടനൊക്കെയും അത് കണ്ടിട്ടുള്ള ഒരാളായിരിക്കും. അന്ന് തൊട്ട് തുടങ്ങിയ സൗഹൃദങ്ങൾ ഇതുവരെയും നെഞ്ചിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ദുഃഖസത്യം. വളരെ വേദനയാണ്. ഓരോ നിമിഷം പോകുമ്പോൾ, അവന്റെ വീടിനോട് കടന്നു പോകുമ്പോൾ അവന്റെ ഓർമ്മകൾ ഞങ്ങളെ അത്യധികം വേദനിപ്പിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ, അതിലൊക്കെ കൂടുതൽ നഷ്ടപ്പെടുന്നത് ഈ നാടിനായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നാടിലെ ഓരോ കാര്യങ്ങൾക്കും, ഇപ്പോൾ ഇവിടെ ഓപ്പൺ ജിമ്മിന്റെ കാര്യം പറഞ്ഞു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കിരണും അതുപോലെ തന്നെ സലീഷ് ചെമ്മണ്ണൂരും പഞ്ചായത്ത് സെക്രട്ടറിക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞ ഒരു കാര്യം. അതുപോലെ തന്നെ ഈ ചിറയെ അത്രയധികം സ്നേഹിച്ച ആറാട്ട് ദിവസങ്ങളിൽ, പെരുന്നാളുകളിൽ, അതിലുപരി ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളിൽ മുന്നിൽ നിന്ന് നയിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തിനെ ഞാൻ ഓർമ്മിക്കുകയാണ്. എൻ്റെ അപ്പച്ചന്റെ 7ാം ചരമദിനത്തിന് വൈകുന്നേരം ഏകദേശം ഈ സമയമായപ്പോഴാണ് അവിടെ കൂടാനായിട്ട്, ആ മരിച്ച കവാടത്തിൽ കൂടാനായിട്ട് സലീഷ് ഉണ്ടായിരുന്നു. ഏത് സമയവും സലീഷിന്റെ ഒരു പ്രിയ സുഹൃത്തിന്റെ, ഞാൻ വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്താഗതിയുള്ള സലീഷ് ആണെങ്കിൽ പോലും ഈ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലുള്ള MLA സൂചിപ്പിച്ചതുപോലെ ആ സൗഹൃദങ്ങളെ എന്നും കാത്തുസൂക്ഷിക്കാൻ, എന്നും മനോഹരമാക്കുവാൻ, അത് നിലനിർത്തുവാൻ അവന് സാധിച്ചിരുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമായി തന്നെ കാണുന്നു. ഈ നാടിനുണ്ടായിരുന്ന ആ വലിയ നഷ്ടത്തെ ഞങ്ങൾ ഓർക്കുന്നു.
ചന്ദനമരങ്ങൾ സൃഷ്ടിച്ച ചന്ദനമരങ്ങളുടെ വേരുകൾ മനസ്സിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി വീണ്ടും അവിടെ നിന്നോ പറിച്ചു നടുമ്പോൾ വേദനിക്കുന്നുണ്ടോ? വേദനിക്കാതിരിക്കില്ല. പറിച്ചു നടലുകൾ എന്നും വേദനാജനകമാണ്. മുറിവുകൾ കൂടാതിരിക്കില്ല, പാടുകൾ അവശേഷിക്കും. ആ പാടുകളിൽ നിനക്ക് ഞങ്ങളെ കണ്ടെത്താനായെങ്കിൽ നന്ദി, നമസ്കാരം.